13 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷിബു എസ്മോൻ ക്ഷീരകൃഷിയിലേക്ക് തിരിഞ്ഞത്. 4 വർഷം മുൻപ് 2 പശുക്കൾ തുടങ്ങിയ ഫാമിൽ ഇന്ന് 22 പശുക്കളാണുള്ളത്. 180 ലിറ്ററോളം പാൽ ദിവസേന ലഭിക്കുന്നുണ്ട്. ജേഴ്സി, HF, സ്വിസ് ബ്രൗൺ തുടങ്ങിയ പശുക്കളാണ് ഷിബുവിന്റെ ഫാമിലുള്ളത്. കൂടാതെ എരുമയെയും പോത്തിനെയും വളർത്തുന്നുണ്ട്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ 1 ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചാണ് നാട്ടിലെത്തുന്നത്. നാട്ടിലെന്തെങ്കിലും ബിസിനസ് തുടങ്ങുവാനായിരുന്നു ആഗ്രഹം. വീട്ടിൽ ഭാര്യ സ്മിത വളർത്തിയിരുന്ന 2 പശുക്കളിൽ നിന്ന് ചെറിയ വരുമാനം ലഭിച്ചിരുന്നു. പശു വളർത്തൽ ആദായകരമാകുമെന്ന ഈ തിരിച്ചറിവാണ് ക്ഷീരകൃഷിയിലേക്ക് ഷിബുവിനെ എത്തിച്ചത്. പശുപാൻ തുടങ്ങുന്നതിനെ അന്ന് പലരും കളിയാക്കി. എന്നാൽ ഇന്ന് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഷിബുവിന് ഫാമിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. വർഷത്തിൽ പശുവിന്റെ ചാണകം വിൽക്കുന്നതിലൂടെ നല്ലൊരു തുകയും വരുമാനമായി ലഭിക്കുന്നു. 15 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഫാം ആരംഭിച്ചത്. വീട്ടിലെ 2 പശുക്കളെ പരിചരിച്ച അനുഭവ സമ്പത്തായിരുന്നു പശു വളർത്തലിലെ മുൻപരിചയം. 10 ലിറ്റർ പാൽ തരുന്ന പശുക്കളെ മാത്രമേ ഇപ്പോൾ ഷിബുവിന്റെ ഫാമിൽ വളർത്തുന്നുള്ളൂ. പശുക്കൾക്ക് കുടിക്കുന്നതിനായി വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഒപ്പം ഫാൻ അടക്കമുള്ള സൗകര്യങ്ങളും ഫാമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ബിസിനസിനേക്കാൾ കൂടുതൽ സംതൃപ്തി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ലഭിക്കുന്നുണ്ടെന്നും കൃത്യമായ പരിചരണം കൊണ്ടാണ് മികച്ച വരുമാനം ലഭിക്കുന്നതെന്നും ഷിബു പറയുന്നു. 13 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാനൊരു കമ്പനിയുടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത്. നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു ഒരാഗ്രഹം. അതിനുശേഷം ഞാൻ ഈ ക്ഷീര മേഖലയിലേക്ക് തിരിയുകയും ഇപ്പോഴെനിക്ക് ഏകദേശം 22 പശുക്കളോളം ഉണ്ട്. എരുമ, പോത്ത്, പിന്നെ ഒരു പോത്ത് ഫാം തുടങ്ങുന്നതിന് ഞാനിപ്പോൾ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വിപുലീകരിച്ച് ഇച്ചിലൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത് നല്ലൊരു വരുമാന മാർഗമാണ്. അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. പിന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുകയോ എന്തെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള സകല ഇത് ചെയ്തു കൊടുക്കാൻ സന്നദ്ധനാണെന്നും ഞാൻ ചെയ്യുന്നു. വീടിനടുത്തുള്ള 2.5 ഏക്കർ തോട്ടത്തിൽ പുൽകൃഷിയും ഷിബു നടത്തുന്നുണ്ട്. വീട്ടാവശ്യങ്ങൾക്കായുള്ള പച്ചക്കറി കൃഷിത്തോട്ടവും പുരയിടത്തിനോട് ചേർന്നുണ്ട്. ഷിബുവിന്റെ പശുഫാം കാണുന്നതിനും കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനുമായി നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ കർഷകർക്കായി രൂപീകരിച്ചിട്ടുള്ള കാഡ്കോയുടെ ബോർഡംഗം കൂടിയാണ് ഷിബു. പാലുൽപാദനം കൂട്ടുന്നതിനായി കാഡ്കോ സ്വന്തമായി കാലിത്തീറ്റ നിർമ്മിച്ച് നൽകുന്നുണ്ട്. കർഷകരിൽ നിന്നും ചാണകം നേരിട്ടെടുത്ത് വളമാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ഭാര്യ സ്മിതയും മകൻ കണ്ണനും തമിഴ്നാട് സ്വദേശി ദാവീദും ഫാമിലെ ജോലികളിൽ ഷിബുവിനെ സഹായിക്കുന്നു. തുടർച്ചയായി 3 തവണ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഷിബുവിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മിൽമയിൽ ഏറ്റവും കൂടുതൽ പാൽ നൽകിയ കർഷകനുള്ള അവാർഡ് 2015 ഷിബുവിന് ലഭിച്ചിരുന്നു. പശു വളർത്തൽ ആരംഭിക്കുന്നതിന് കർഷകർ ഉപദേശത്തിനായി സമീപിക്കാറുണ്ടെന്നും കഷ്ടപ്പെടാനും പശുക്കൾക്ക് നല്ല പരിചരണം നൽകാനുള്ള മനസ്സുമുണ്ടായാൽ ക്ഷീരകൃഷി ലാഭകരമാക്കാൻ കഴിയുമെന്നാണ് ഷിബു പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.